മക്കളെ, ഈ കാണുന്ന ഇത്രയും നോട്ടിഫിക്കേഷൻസ് ഈ വർഷം വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. അതായത് ഈ വർഷം നവംബറിലും ഡിസംബറിലുമായിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ. പക്ഷേ ഇതില് ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറയത്തുള്ളൂ രണ്ടേ രണ്ട് നോട്ടിഫിക്കേഷൻ മാത്രമേ പഠിക്കാൻ പറയത്തുള്ളൂ. ഓക്കെ, ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്, രണ്ട് കമ്പനി ബോർഡ് LGS ആണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു? എന്താണ് ഈ എക്സാമിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്? ഈ സിലബസ് തീർക്കാൻ നമുക്ക് എത്ര സമയം വേണം? എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ജോലി മേടിക്കാം? അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കാം. ഈ വർഷം വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്, രണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരും, മൂന്ന് എക്സൈസ് ഇൻസ്പെക്ടർ, നാല് ജയിലർ. ഇവിടെ ഈ 4 പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഈ 4 നോട്ടിഫിക്കേഷൻസും എന്താണ്? ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണ്ട നോട്ടിഫിക്കേഷൻസ് ആണ്. അതിനുശേഷം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, പിന്നെ അത് കഴിഞ്ഞ് ബിവറേജ് LD, കമ്പനി ബോർഡ് LGS, ദെൻ VFA ബിവറേജ് LDക്ക് ആണെങ്കിൽ നമുക്ക് 10th ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. കമ്പനി ബോർഡ് LGS ആണെങ്കിൽ 7th പാസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ രണ്ടേ രണ്ട് നോട്ടിഫിക്കേഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റും, രണ്ട് കമ്പനി ബോർഡ് LGS. എന്തായിരിക്കും അതിന് കാരണം? റീസൺ ഇത്രയേ ഉള്ളൂ. ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ ഒരു വർഷം നടക്കുന്ന നിയമനം എത്രയാണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 1353 അഡ്വൈസുകൾ നടന്നായിരുന്നു. ഏതിനകത്ത്? ഗ്രേഡ് 1 മാത്രം. ഗ്രേഡ് 2 നോക്കുകയാണെങ്കിൽ ഇതുവരെ ഏതാണ്ട് 691 പ്ലസ് അഡ്വൈസ് എന്ത് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു വർഷം 2000-ലധികം നിയമനങ്ങൾ, ഒരു വർഷം 2 മാസവും കൊണ്ട് അല്ലെങ്കിൽ 3 മാസവും കൊണ്ട് 2000-ലധികം നിയമനങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ നടന്നായിരുന്നു. അപ്പൊ നമുക്കൊരു 3 വർഷം എടുക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ചുരുങ്ങിയത്, അതായത് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ സ്റ്റാറ്റ് പ്രകാരം 5000 പ്ലസ് ഒക്കെ പോകും, പക്ഷെ ഞാൻ 4000 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 4000 നിയമനങ്ങൾ നടക്കും. 4000 അഡ്വൈസ്. ഈ 4000 അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 8 മടങ്ങാണ്. ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനകത്ത് 500 അഡ്വൈസ് പോകും, അല്ലെങ്കിൽ 600 അഡ്വൈസ് പോകുമെങ്കിൽ അതിനേക്കാളും ഏതാണ്ട് 7 മടങ്ങ് അധികമാണ് ഏതിനകത്ത് നിയമനം നടക്കുന്നത്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നിയമനം നടക്കുന്നത്. PSC നടത്തുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും അധികം നിയമനം നടക്കുന്ന പരീക്ഷ, ഒരു ഡൗട്ടും ഇല്ല, ഏത് തന്നെയാണ്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS ഈ വർഷം വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആണ്. അതിനും അത്യാവശ്യം നന്നായിട്ട് എന്ത് നടക്കും? നിയമനം നടക്കും. പക്ഷേ ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഇതുവരെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും എത്ര അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ? 227 അഡ്വൈസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? പോയിട്ടുള്ളൂ. അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ 158 അഡ്വൈസ് മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ. ജയിലർ 30 അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ. ബിവറേജ് LD ആണെങ്കിലോ 202 അഡ്വൈസ് മാത്രമേ ഈ വർഷം ഈ നിലവിലെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ? പോയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഏത് നമ്മളെടുത്താലും നിയമനം എങ്ങനെയാണ്? കുറവാണ്. അതായത് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. നിയമനം പതുക്കെ കുറച്ച് എന്ത് ചെയ്യത്തുള്ളൂ? നടക്കത്തുള്ളൂ. പക്ഷെ ഇത് രണ്ടും അങ്ങനെയല്ല. ഉറപ്പിച്ചോ, നമ്മൾ പഠിച്ചാലും നമ്മൾ ചെറിയൊരു എഫേർട്ട് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാമിനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കൊടുക്കുന്ന ഒരു 8-1 എഫേർട്ട് മാത്രം കൊടുത്താൽ മതി, ഈ എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്. ഓക്കെ, ഈ എക്സാമിന്റെ സ്ട്രക്ചർ വരുന്നത് ഫസ്റ്റ് നമുക്ക് പറയാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കേസ് മാത്രമാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഏത് സമയത്ത് പ്രതീക്ഷിക്കാം? നോട്ടിഫിക്കേഷൻ ഈ വർഷം 2025 നവംബർ മാസമോ അല്ലെങ്കിൽ ഡിസംബർ മാസമോ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് 2026 മെയ് ജൂൺ മാസങ്ങളിൽ നമുക്ക് ഇതിന്റെ പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാം. അതിനുശേഷം 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമുക്കിതിന്റെ മെയിൻസ് എക്സാം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വരുന്നത് 2027 ഏപ്രിൽ മാസത്തിൽ ഇതിന്റെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നു. ആ റാങ്ക് ലിസ്റ്റിന് 2030 വരെ ആ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. 2030 വരെ ആ റാങ്ക് ലിസ്റ്റിന് എന്തുണ്ട്? വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, സോ നോക്കിയാ ഈ 2030 വരെയുള്ള എല്ലാ ഒഴിവുകളും ഈ റാങ്ക് ലിസ്റ്റ് നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫില്ലായി പോകുന്നത്. മിനിമം നമുക്ക് 4000 നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ സിലബസ് എന്താണ്? പ്രിലിംസിന്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി 10 മാർക്കിന് കിടപ്പുണ്ട്. അതിനുശേഷം നമ്മുടെ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ 5 മാർക്ക് കിടപ്പുണ്ട്. എക്കണോമിക്സ് 5 മാർക്കാണ്. സിവിക്സ് 5 മാർക്കാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ്. ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ വന്നിട്ട് 10 മാർക്കുണ്ട്. അതിനുശേഷം IT വന്നിട്ട് 5 മാർക്കാണ്. സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കാണ്. സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി റീസണിങ് 20 മാർക്കാണ്. ഇംഗ്ലീഷ് വന്നിട്ട് 20 മാർക്ക്. ദെൻ അത് കഴിഞ്ഞ് മലയാളം വന്നിട്ട് 10 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ പ്രിലിംസ് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം? എത്ര സമയം എടുക്കും? നമുക്ക് നോക്കാം. നമ്മൾ സൂപ്പർ നോട്ട്സ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് പ്രീമിയം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ മക്കളെ, ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ
നമ്മുടെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യാണ്, നോട്ട്സ് മൊത്തം പഠിക്കുകയാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിരിക്കും, ജോലി നിങ്ങൾ നേടിയിരിക്കും. ഓക്കെ, ഇനി അത് 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പിക്കാം. ഓക്കെ, അവിടെ നോക്കുക, നമ്മൾ ഈ ഒരു പുതിയ ബാച്ച് നമ്മളിപ്പോൾ ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഓറിയന്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങൾ, അതായത് നമ്മൾ മെയ് അവസാനമാണ് നമ്മൾ ഈ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, മെയ് അവസാനം 30 ആ സമയത്തേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 12ഓളം ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഇവിടെ മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സിലബസ് ഫുള്ള് കവർ ചെയ്യും. അതായത് പ്രിലിംസിന്റെ സിലബസ് മൊത്തം നമ്മൾ കവർ ചെയ്യുന്നു. അതിനുശേഷമുള്ള സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ, അതായത് ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, സിലബസ് നമ്മൾ കവർ ചെയ്യുന്നു, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡെയിലി, വീക്ക്ലി, മന്ത്ലി എക്സാംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഈ നവംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ കുറെ ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, റിവിഷൻ കൊടുത്താൽ എന്ത് ചെയ്യത്തുള്ളൂ, എല്ലാം മനസ്സിനകത്ത് നിൽക്കത്തുള്ളൂ. സോ നോക്കുക, നവംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് പ്രോപ്പർ ആയിട്ട് ഒരു റിവിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു അടിപൊളിയായിട്ട് ഒരു റിവിഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതായത് പ്രധാന ടോപ്പിക്കുകൾക്കെല്ലാം നല്ലൊരു റിവിഷൻ, അത് കഴിഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുശേഷം എക്സാം വരെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ബാച്ചിന്റെ പ്രത്യേകത. അതായത് എന്തൊരു അടിപൊളി സ്ട്രക്ചർ ആണ് നോക്കുക. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ സിലബസ് കംപ്ലീഷൻ, അതിനുശേഷമുള്ള സമയങ്ങളിൽ റിവിഷൻ, അതിനുശേഷമുള്ള സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. ബാക്കി എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള സമയത്ത് എന്താ ചെയ്യുന്നത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിൽസ് നമ്മൾ കൂട്ടുന്നു, നമ്മുടെ വേഗത നമ്മൾ കൂട്ടുന്നു, അടിപൊളിയായിട്ട് പ്രിലിംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രാക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രിലിംസിന്റെ സ്ട്രാറ്റജി. ഇനി അതിനുശേഷം പ്രിലിംസ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻസിന്റെ ക്ലാസ് നിങ്ങൾക്ക് തരുന്നു. അതായത് പ്രിലിംസ് കഴിയുന്നത് വരെ പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ വെയിറ്റ് ചെയ്യത്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് തന്നെ മെയിൻസിന്റെ ക്ലാസ് നിങ്ങൾക്ക് തരുന്നു. അപ്പൊ മെയിൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ആദ്യ റാങ്കുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. ഓക്കെ, ഇതാണ് സൂപ്പർ നോട്ട്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബാച്ചിൽ നമ്മൾ നൽകാൻ പോകുന്നത്. ഒരു പ്രോപ്പർ മെന്റർ സപ്പോർട്ടോടുകൂടി, ഒരു അടിപൊളി പ്ലാനോടുകൂടി നിങ്ങളുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നോക്കുക, എങ്ങനെ നമ്മൾ പഠിച്ചാലും നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര മാസം വേണം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 5 മാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ ബാച്ചിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. 5 മാസം കൊണ്ട് ഒരു പ്രോപ്പർ സിലബസ് കംപ്ലീഷൻ. ചിലപ്പോൾ ഒരു മാസമൊക്കെ എന്ത് ചെയ്യാം, എക്സ്ട്രാ ആവാം. എന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് 1 മാസം എക്സ്ട്രാ ആവുന്നു എന്ന് പറഞ്ഞാൽ റീസൺ എത്രയേ ഉള്ളൂ. നമ്മൾ സൂപ്പർ നോട്ട്സും ഒരു ടോപ്പിക്ക് പോലും എന്ത് ചെയ്യത്തില്ല, നമ്മൾ ഇങ്ങനെ ഓക്കെ ഓടിച്ച് പോയി തീർക്കുക, പെട്ടെന്ന് അങ്ങ് തീർക്കുക, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഒന്നും സൂപ്പർ നോട്ട്സിന് ഇല്ല. നന്നായിട്ട് പഠിപ്പിച്ച്, അടിപൊളിയായിട്ട് പഠിപ്പിച്ച്, അടിപൊളി ക്വസ്റ്റ്യൻസിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തേക്കാണ് നമ്മുടെ പുതിയ ബാച്ചിനകത്ത്. ഇനി നോക്കുക, അടുത്ത് നമ്മൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഒരു കാര്യം കൊണ്ട് നമ്മൾ അങ്ങോട്ട് പറയണം. അപ്പൊ ഫസ്റ്റ് അതിന് മുമ്പ് പറയാം, നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രീമിയം ബാച്ചിനകത്ത് എന്തൊക്കെയാണ്. അവിടെ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് കവറേജ് ഉണ്ട്. ഇതൊരു ലോങ് ടേം ബാച്ച് ആണ്. ഒരു പ്രോപ്പർ ആയിട്ട് ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. ഏതാണ്ട് ഒരു 400+ അവേഴ്സിന്റെ ക്ലാസ്സുകൾ, അത് കഴിഞ്ഞ് UPSC ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്, ഡെയിലി, വീക്ക്ലി, മന്ത്ലി ടെസ്റ്റ്, അത് കഴിഞ്ഞ് പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF മെറ്റീരിയൽസ് എല്ലാമാണ് ഈ ബാച്ചിൽ നമ്മൾ കൊടുക്കുന്നത്. മാത്രമല്ല ഈ ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം തന്നെ നമ്മൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGSന്റെ അല്ലെങ്കിൽ VFയുടെ അല്ലെങ്കിൽ ബിവറേജ് എൽഡിയുടെ ബാച്ചസിന്റെ കണ്ടന്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ബാച്ചിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ആ തരത്തിലേക്ക് നമ്മളൊരു ബാച്ച് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഈ ഒരു അവസരം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മിസ്സാക്കണ്ട. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യമേ നമുക്ക് പഠിക്കാം. ഈ ജോലിയിലേക്ക് നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം, നടന്നങ്ങ് കയറാം. ഓക്കെ മക്കളെ, എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിൽ വെച്ചേക്കുക, നമുക്ക് അവസാന നിമിഷം കൊണ്ട് ഒരു അത്ഭുതവും കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരുപാട് ആൾക്കാർ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്ന് പഠിക്കാറില്ലേ? ഓക്കെ, നോട്ടിഫിക്കേഷൻ വരുന്നു, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, പഠിക്കുന്നു. എത്ര പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്? വളരെ കുറച്ചല്ലേ? വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അങ്ങനെ ജോലി കിട്ടത്തുള്ളൂ അല്ലെ? പക്ഷേ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഇട്ട് നല്ലൊരു സമയം എടുത്ത് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കെല്ലാം തന്നെ ഉറപ്പായിട്ടും ജോലി എന്താണ്, ഷുവറാണ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നും വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. പതുക്കെ സമയമെടുത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഗോളിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയാണ് ഇത്ര നേരത്തെ നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഈ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8281223366. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോ. നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു സെഷനിൽ നമുക്ക് കാണാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് മക്കളെ.
സമയം മാറ്റിവെക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. അല്ലാതെ എനിക്ക് ഒരുപാട് തിരക്കുണ്ട്, 900 തിരക്കുണ്ട്, അപ്പൊ അതിന്റെ കൂടെ ഒന്നും പറ്റത്തില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് ദയവ് ഇത് ജോയിൻ ചെയ്യരുത്. നിങ്ങൾക്കുള്ള മാച്ച് അല്ല. എല്ലാ ദിവസവും മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും മാറ്റിവെക്കാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. അവർക്ക് ഈ ജോലി എന്ത് ചെയ്യാം, ഉറപ്പിക്കാം. അല്ലാതെ ജീവിതം ഭയങ്കര തിരക്കായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഒരു രക്ഷയില്ല മക്കളെ, ഇതിനകത്ത് പറ്റത്തില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ സമയം നമുക്ക് മിനിമം എല്ലാ ദിവസവും 3 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കണം. അതിനുശേഷം നോട്ട്സ് അടിപൊളിയായിട്ട് പഠിക്കണം, ടെസ്റ്റുകൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ആ ഒരു ലോങ് ടേം ആ ഒരു മനസ്സിന്റെ ആ ഒരു ഇച്ഛാശക്തി കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർ മാത്രം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഈ ജോലി നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ ഓഫർ ഏതാണ്, നമ്മുടെ ബാക്കിയുള്ള ബാച്ചസിലേക്കുള്ള കണ്ടന്റ് ആക്സസ് അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അത് അക്യൂർ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ. ക്ലാസ്സിൽ കാണാം.